ഖത്തറിൽ മലയാളോത്സവത്തിനൊരുങ്ങി പ്രവാസി മലയാളികൾ. പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ജമാലുദ്ദീൻ ഗൾഫിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജമാൽ, മുഖ്യമന്ത്രിയെ നേരത്തെ തന്നെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ ഹൃദയം കൊണ്ട് വരവേറ്റത് നമ്മൾ കണ്ടു. അതിന് അപവാദമല്ല ഖത്തറിലെയും സ്വീകരണങ്ങൾ. എന്തൊക്കെയാണ് പരിപാടി? മലയാളോത്സവം തത്സമയം നമ്മൾ നൽകുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹ്റൈനിൽ ഉജ്ജ്വലമായ സ്വീകരണം മുഖ്യമന്ത്രിക്ക് ലഭിച്ചു. മസ്കത്തിൽ അതിന്റെ ഒരു പടി അപ്പുറം സ്വീകരണം ലഭിച്ചു. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ സ്വീകരണ പരിപാടിയെ മാറ്റുമെന്നാണ് ഖത്തറിലെ സംഘാടകർ ഒക്കെ തന്നെ ഉറപ്പിച്ചു പറയുന്നത്. ലോക കേരള സഭയുടെയും അതുപോലെ തന്നെ മലയാളം മിഷന്റെയും നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് ഖത്തർ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ ഒരുക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് 3-4 ആഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഉജ്ജ്വലമായ സ്വീകരണത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും അവസാന ഘട്ടത്തിൽ ഒരുക്കി. ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്റ്റേഡിയത്തിലേക്ക്, ഈ വേദിയിലേക്ക് എത്തുക. കൈരളി ടിവിയിൽ, കൈരളി ന്യൂസിൽ തത്സമയം ഖത്തർ സമയം 7:30 മുതൽ തന്നെ ഇത് സംപ്രേഷണം ചെയ്യും. അതിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ കൈരളി ന്യൂസിന്റെ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഖത്തറിലെത്തിയത്. അദ്ദേഹം ചില യോഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുകയുണ്ടായി. പ്രധാനമായും ഖത്തറിലെ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി നേതാക്കൾ, അതുപോലെ തന്നെ ബിസിനസ് പ്രമുഖർ എന്നിവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്ഷേമ പദ്ധതികൾ, സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ അത് ജനങ്ങളുടെ അവകാശമാണ്. ഒരു ലോകോത്തര നിലവാരത്തിലേക്ക്, വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്താനാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നവകേരളത്തിലേക്ക് അതിവേഗം അടുക്കുകയാണ് ഈ കേരളം. ഈ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടികൾ, വിവിധങ്ങളായ ക്ഷേമ പദ്ധതികളുടെ നടന്നു വരുന്നു. അത് ഇനിയും തുടരണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് ദോഹയിലെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ, ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുകയാണ്. ഇവിടെ ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആസ്ഥാനം മുഖ്യമന്ത്രി സന്ദർശിച്ചു. മന്ത്രി സജി ചെറിയാൻ, കേരള ചീഫ് സെക്രട്ടറി ജയതിലക്, അതുപോലെ തന്നെ MA യൂസഫ് അലി തുടങ്ങിയവരൊക്കെ തന്നെയും ഇന്നത്തെ വൈകിട്ടത്തെ മലയാളോത്സവത്തിൽ സംബന്ധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിപുലമായ ഒരുക്കങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേമ പദ്ധതികളുടെ കേരളത്തെ അതിവേഗം മുന്നോട്ട് നയിക്കുന്ന, വികസനത്തിലേക്ക് നയിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ ആകാംക്ഷയോടെ, ആവേശത്തോടെ തന്നെയാണ് ഖത്തറിലെ പ്രവാസി മലയാളി സമൂഹം കാത്തിരിക്കുന്നത്. അജിംഷാദ്.